നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ നടന്നു എന്നുള്ള ഹർജികൾ പലതും സുപ്രീം കോടതിയിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഈ ഹർജിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ, അതും പല രീതിയിൽ പല കോടതിയുടെ ബെഞ്ചുകളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ, അതിൻ്റെ കാലാവധി, അതായത് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാലാവധി അത് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ ബോധപൂർവം ഒരു ശ്രമം നടക്കുകയാണ്. അതായത് നമുക്കറിയാം, നിലവിൽ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള കേസുകളുടെ കാലാവധി നീട്ടിയാൽ ആ ഹർജികളിൽ പറയുന്ന വിസ്തരിക്കപ്പെടുന്ന തെളിവുകൾ അത് വാലിഡ് അല്ലാതായി മാറും. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൂഢാലോചന പദ്ധതികളെ പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷം കൊണ്ടുവന്ന പല നീക്കങ്ങളെയും കേന്ദ്ര സർക്കാർ ബോധപൂർവം തകർത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത് വളരെ നിഗൂഢമായാണ്, വളരെ സ്ട്രെയിഞ്ചായിട്ടാണ്. അമിത്ഷായും അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളും ആരൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ജനങ്ങൾക്ക് പോലും ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ തരത്തിലുള്ള വള്ളിക്കെട്ടുകൾ അഴിച്ചെടുക്കാൻ പറ്റുക എന്ന് ഒരു വെത്തും പിടിയും കിട്ടുന്നില്ല. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ തല പുകഞ്ഞ് ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള വലിയ കുരുക്കിട്ട് കിട്ടിയിരിക്കുന്ന കേസുകളും ഇതിനകത്ത് പെടുന്നുണ്ട്. എന്തെന്നാൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ തെളിവുകൾ പരിപൂർണമായി ഇല്ലാതാക്കാം. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ സഹായമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്തു കൊടുത്തിരിക്കുന്ന ഈ വലിയ തോതിലുള്ള കൈവിട്ട സഹായമാണ് സുപ്രീം കോടതിയിൽ ഹർജികളായി എത്തിയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ എന്ന കറപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കാനും പലരും ശ്രമിക്കും. BJP-ക്കാർ മാത്രമല്ല, കോർപ്പറേറ്റുകൾ എല്ലാവരും ശ്രമിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരത്തുന്ന ഈ തെളിവുകൾക്ക് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് സുപ്രീം കോടതിയെ കൊണ്ട് കേന്ദ്ര സർക്കാർ പറയിപ്പിക്കുന്നത്. ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് വേറിട്ട ഒരു വ്യക്തിത്വമായി നിൽക്കുമ്പോൾ സൂര്യകാന്തിനെതിരെയും BJP-ക്ക് നന്നായി അരിശമുണ്ട്, BJP-ക്ക് നല്ലപോലെ പകയുണ്ട്. കാരണം സൂര്യകാന്തിൽ നിന്നും BJP പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. സൂര്യകാന്ത് BJP-യുടെ ഒരു കളിപ്പാവയായി നിൽക്കും എന്ന ധാരണയോടുകൂടി പല അണ്ടർസ്റ്റാൻഡിങ്ങുകളും നടത്താം എന്ന വിചാരമുണ്ടായിരുന്നു. ആ ധാരണകളെയൊക്കെ സൂര്യകാന്ത് എന്ന ജസ്റ്റിസ് തിരുത്തി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സഞ്ജീവ് ഖന്നയും അതുപോലെ തന്നെ BR ഗവായും നടന്ന അതേ പാതയിലൂടെ സൂര്യകാന്ത് നടക്കുന്നു എന്നത് BJP-ക്ക് തിരിച്ചടിയാണ്.